ദൈവത്തിന്റെ വചനത്തിൽ ഒരു ചോദ്യമുണ്ട്, ഒരു അമ്മയ്ക്ക് തന്റെ കുഞ്ഞിനെ മറക്കുവാൻ കഴിയുമോ? परमेश्वर का वचन में ऐसा एक सवाल है, क्या एक माँ अपना दूध पीने वाले बच्चों को भूल सकते हैं? ഇല്ല, സാധാരണഗതിയിൽ ഒരു അമ്മയ്ക്ക് കുഞ്ഞിനെ മറക്കാൻ കഴിയത്തില്ല. साधारण रूप से एक माँ को अपना बच्चा या बेटा या बेटी को भूल नहीं सकते എന്നാൽ हैं. ചില സാഹചര്യങ്ങളിൽ അപ്പനും അമ്മയും ഒക്കെ നമ്മളെ മറക്കാൻ സാധ്യതയുണ്ട്. लेकिन कभी कभी कुछ कुछ अवस्था में हमारा माता पिता हमें छोड़ सकते हैं या भूल सकते हैं. ഞങ്ങളുടെ കുഞ്ഞുമായിട്ടൊരു മീറ്റിങ്ങിന് വേണ്ടി പോയത് ഓർക്കുന്നുണ്ട്. मेरा बच्चा के साथ एक बार मीटिंग में गया था. തിരിച്ചു വരുമ്പോ കുറച്ച് ദൂരം ആയപ്പോഴാണ് ഓർത്തത്, അയ്യോ കുഞ്ഞെവിടെയാ. अब मीटिंग खत्म होने के बाद वापस लौट गया, तब पता चला है कि हमारा बच्चा हमारे साथ नहीं है. പിന്നെ അവിടുന്ന് ഒരാള് ആ മകനുമായിട്ട് ഞങ്ങളുടെ അടുക്കൽ വീട്ടിൽ കൊണ്ടുവന്നു. जहां मीटिंग हुआ था वहां से एक भाई हमारा बेटा को अपने पास लेते हुए हमारे पास पहुंचा है. യേശുവിന്റെ മാതാപിതാക്കളെ ഒരു തരത്തിൽ പറഞ്ഞാൽ മറന്നുപോയി. യെരുശലേമിൽ നിന്ന് തിരിച്ചു പോകുമ്പോ यीशु मसीह के बारे में भी अपना माता पिता लोग भूल गया है. एक प्रकार बोलेगा तो അവര് വിചാരിച്ചു ആരുടെ ഉണ്ട്, പക്ഷെ യേശു യെരുശലേമിലായിരുന്നു. वे लोग सोचा है यीशु उनके साथ है करके सोचा था, लेकिन यीशु यरूशलेम में थे. എന്നാൽ നമ്മളെ മറക്കാത്ത നമ്മുടെ സ്വർഗീയ പിതാവ്, लेकिन हमें कभी भी नहीं भूलने वाला एक स्वर्गीय पिता है. ഇന്ന് നിങ്ങൾ ഒരു പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ? आज आप लोग कोई प्रकार का प्रश्न या समस्या से गुजरते हैं? നിങ്ങളെ ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിക്കുന്ന ആരെയും കാണാത്ത ഒരു സ്ഥിതിയിലാണോ നിങ്ങൾ ആയിരിക്കുന്നത്? क्या आप लोग ऐसा परिस्थिति में हैं, मुझे मदद करने के लिए किसी न किसी व्यक्ति को मिलेगा तो कितना अच्छा है करके सोचते हुए? നിങ്ങളെ മറക്കാത്ത ഒരാളെയാ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. आज हम आपको एक व्यक्ति के बारे में परिचित करना चाहते हैं जो आपको कभी भी भूल नहीं सकते. നിങ്ങളെ സഹായിപ്പാൻ കഴിവുള്ള ഒരു, നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവത്തെ, हमें सहायता करने के लिए, हमें प्यार करने के लिए हमेशा तैयार रहने वाला एक स्वर्गीय पिता के बारे में. നെഹമ്യാവിന്റെ പുസ്തകത്തിൽ നമ്മൾ ഒരു പ്രത്യേക സാഹചര്യം അവിടെ കാണുന്നുണ്ട്. बाइबल में नहम्या की किताब में एक परिस्थिति के बारे में हम लोग देख सकते हैं. അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ, पहला अध्याय का 3रा आयत में, നെഹമ്യാവ് ഒരു രാജ്യത്ത് രാജാവിന്റെ കൊട്ടാരത്തിൽ നല്ല ജോലിയാ. नहम्या एक देश में, एक राजमहल में, एक राजा के अधीन में, उसके राजमहल में काम करते थे. അവിടേക്ക് പിടിച്ചുകൊണ്ടൊക്കെ പോയതാണെങ്കിലും അവിടെ ചെന്നപ്പോ നല്ല സിറ്റുവേഷൻ ഒക്കെ ആയി. उनको बंधुआई में पकड़ते हुए लेकर गया था, लेकिन वहां जाने के बाद उनको अच्छा परिस्थिति में रहना पड़ा. എന്നാൽ തന്റെ റിലേറ്റീവ്സ് അവിടെ വന്നപ്പോൾ താൻ ചോദിച്ചു, എങ്ങനെയുണ്ട് യെരുശലേമിലെ സ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട്, നമ്മുടെ രാജ്യത്തെ സ്ഥിതി എങ്ങനെയുണ്ട്? वहां रहने के समय अपना देश का कई लोग उनके पास आया था, उन्होंने अपना देश का स्थिति के बारे में जांचा या सवाल पूछा था. അവർ തനിക്ക് കൊടുത്ത റിപ്പോർട്ട് നെഹമ്യാവിവിടെ പറയുന്നുണ്ട്. और उनके भाई लोग उनको दिया हुआ जो रिपोर्ट है अपना देश के बारे में, जो जानकारी है, उसके बारे में हम लोग पहला आयत में पढ़ते हैं. പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. पहला अध्याय का 3रा आयत में वो रिपोर्ट हम देख सकते हैं. उन्होंने मुझसे कहा, जो बचे हुए लोग बंधुआई से छुटकर उस प्रांत में रहते थे वे बड़ी दुर्दशा में पड़े हैं. യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞും അതിന്റെ വാതിലുകൾ തീവച്ച് ചുറ്റും കിടക്കുന്നു എന്ന് പറഞ്ഞു. और उनकी निंदा होती है क्योंकि यरूशलेम की शहरपनाह टूटी हुई और उसके फाटक जले हुए हैं. 3-ാമത്തെ വാക്യത്തിൽ 4 കാര്യങ്ങളാണ് പറയുന്നത്. 3रा आयत में 4 बातें हमको देख सकते हैं. മഹാകഷ്ടത്തിലായിരിക്കുന്നു, वे लोग बड़ी दुर्दशा में पड़े हुए हैं, വലിയ അപമാനത്തിലായിരിക്കുന്നു, निंदा में पड़े हुए हैं. മതിൽ ഇടിഞ്ഞു കിടക്കുന്നു, उन लोगों का शहरपनाह टूटे हुए थे, വാതിലുകൾ തീവച്ച് ചുട്ടുപോയിരിക്കുന്നു. फाटक जले हुए थे. മഹാകഷ്ടത്തിൽ, बहुत प्रकार की निंदा में या समस्या में है. ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന പലരുമുണ്ട്. और इस परिस्थिति में गुजरने वाले बहुत सारे लोग हैं. സാധാരണ കഷ്ടമല്ല, മഹാകഷ്ടം. ये साधारण कष्ट नहीं है, बड़ी कष्ट से गुजरने वाले. ആർക്കും ഒരു സഹായിപ്പാൻ കഴിയുന്നില്ല. उनको मदद करने के लिए किसी के पास भी हिम्मत नहीं है. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ
मेरे प्रियो, ये संदेश आप लोग सुनने के समय മഹാകഷ്ടത്തിന്റെ അനുഭവത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. महाकष्ट का समस्या से आप और हम गुजरते होंगे, വലിയ വേദനയിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, बड़ा दर्द की ओर आप गुजरते होंगे, ആർക്കും സഹായിപ്പാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ആയിരിക്കുന്നതെങ്കിൽ, हमें किसी को भी मदद नहीं कर सकते, ऐसा परिस्थिति से हम लोग गुजरते होंगे, നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളോട് പറയുന്നു നീ മഹാകഷ്ടത്തിലാണ്. हमारा परिस्थिति हमसे ये बात करते हैं आप बड़ी कष्ट और समस्या में हैं, നമ്മളെ സ്നേഹിക്കുന്നവർ പറയുന്നു ഇത് മഹാകഷ്ടമാണ്. हमें प्यार करने वाले लोग हमारा अवस्था को देख के बताते हैं ये बड़ी कष्ट की बात है, दुख की बात है, എല്ലാവരും കൈയൊഴിഞ്ഞിരിക്കുകയാണ്. बहुत सारे लोग हमें छोड़ दिया है। അത്തരം ഒരു സ്ഥിതിയിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? ऐसा परिस्थिति में है क्या आप आज गुजरते हैं? ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയുള്ള. ये संदेश आपके लिए है। നെഹമ്യാവ് കേൾക്കുകയാണ് തന്റെ ജനം മഹാകഷ്ടത്തിലായിരിക്കും. नहम्या ने ये बात सुनते हैं हमारा लोग बड़ी कष्ट से गुजर रहे हैं, വലിയ അപമാനത്തിലായിരിക്കുന്നു. वे लोग बड़ी निंदा में गुजरते हैं। നിങ്ങൾ അപമാനം സഹിക്കുന്നവരാണോ? और क्या आप लोग अपमान को सहने वाला है? ഞാൻ കുടുംബത്തിന് അപമാനമാണെന്ന് ചിന്തിക്കുന്നവരാണോ? मेरा परिवार के लिए में अपमान की बात, निंदा की बात है। ആരൊക്കെയോ നമ്മുടെ കുടുംബത്തിന് അപമാനം വരുത്തി വെച്ചു എന്ന് ചിന്തിക്കുന്നുണ്ടോ? हमारा परिवार के लिए किसी न किसी व्यक्ति निंदा की बात बन गया है करके आप सोचते होंगे। ഈ സന്ദേശം നിങ്ങൾക്ക് വേണ്ടിയുള്ള. ये संदेश आपके लिए है। നെഹമ്യാവ് കേട്ട സന്ദേശം ഇതാണ്, അവിടെ മഹാകഷ്ടം, വലിയ അപമാനം. नहम्या ने ये संदेश सुना था बड़ी दुर्दशा में है और निंदा में अपना लोग रहते हैं। മതിൽ ഇടിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ നോ സേഫ്റ്റി, ഒരു സുരക്ഷയുമില്ല. शहर पनाल टूटी हुई है, इसका मतलब है कोई भी सुरक्षा नहीं है, ആർക്കും എപ്പോ വേണമെങ്കിലും കയറി വരാം, किसी को भी कभी भी अंदर आ सकते हैं, സുരക്ഷിതത്വത്തിന്റെ ഒരു ഉറപ്പുമില്ല. सुरक्षा का कोई भी भरोसा नहीं है वहां, ഇതാ വാതിലുകൾ തീ വെച്ച് ചുട്ടുകിടക്കുന്നു. और उसके फाटक जले हुए हैं। വളരെ പരിതാപകരമായ ഒരു സിറ്റുവേഷൻ. बड़ी दुर्दशा में पड़े हुए लोग। പലരും അങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. बहुत सारे लोग हमसे भी बताए हैं पास्टर जी प्रार्थना करना है, ऐसा परिस्थिति में हम लोग गुजरते हैं। നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകുന്ന തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. और हम लोग सुनेगा तो अचंभा होने वाली इस समस्या से गुजरने वाले बहुत सारे लोग हैं। ഇത്ര ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥിതിയിലൂടെ തന്റെ ജനം കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ എന്തായിരുന്നു നെഹമ്യാവിന്റെ പ്രതികരണം? എന്തായിരുന്നു? इतना बड़ी दुर्दशा में गुजरते हुए लोगों के बारे में सुनते हुए नेहम्या ने क्या प्रतिक्रिया किया है? രണ്ട് മൂന്ന് സാധ്യതകളുണ്ട്. നെഹമ്യാവിന്റെ പ്രതികരണത്തിലുള്ള സാധ്യതകളുണ്ട്. രണ്ട് മൂന്ന് സാധ്യതകൾ. प्रतिक्रिया करने के लिए, उसको जवाब देने के लिए 2-3 उपाय होते हैं। ഒന്ന്, നെഹമ്യാവിന് പറയാം, ദൈവമേ ഞാൻ രക്ഷപ്പെട്ടല്ലോ. सबसे पहली बात है नेहम्या को ये बोल सकते हैं, परमेश्वर बहुत धन्यवाद करते आपको क्योंकि मैं बच गया। അല്ലെങ്കിൽ നെഹമ്യാവിന് ചിന്തിക്കാം, ഇവരുടെ കാര്യം ഇത്ര കഷ്ടത്തിലാണല്ലോ, പക്ഷെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. और नेहम्या को ये भी सोच सकता था उनका हमारा भाई लोगों का अवस्था इतना दुख की बात है, लेकिन हमको अभी उनको कुछ भी नहीं कर सकता है ना। നിങ്ങളുടെ സ്വന്തം കാര്യത്തെപ്പറ്റി, കുഞ്ഞുങ്ങളുടെ കാര്യത്തെപ്പറ്റി, കുടുംബത്തിന്റെ കാര്യത്തെപ്പറ്റി, നിങ്ങൾക്ക് പ്രിയപ്പെട്ട ചിലരുടെ കാര്യത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, എനിക്ക് സഹായിപ്പാൻ കഴിഞ്ഞെങ്കിൽ നന്നായിരുന്നു, പക്ഷെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. आपका परिवार के बारे में, बच्चे के बारे में, आपका रिश्तेदारों के बारे में सुनते हुए आप भी ऐसा बोलते होंगे, मुझे उनको मदद करने के लिए चाहते हैं लेकिन हमको अभी कुछ भी नहीं कर सकते। നെഹമ്യാവ് എന്തുവാ ചെയ്തതെന്ന് കേട്ടോ? लेकिन नेहम्या ने क्या किया? 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. 4वां आयत में लिखा है, ये बातें सुनते ही मैं बैठकर रोने लगा। കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് और कितने दिन तक विलाप करता, സ്വർഗത്തിലെ ദൈവത്തോട് और स्वर्ग के परमेश्वर के सन्मुख ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞത് എന്തെന്നാൽ, उपवास करते और एक प्रार्थना करता रहा। ഓരോ വാക്കുകളും വളരെ പ്രധാനപ്പെട്ട വാക്കുകളാണ്. यहाँ का हर एक बातें महत्वपूर्ण, एकदम महत्वपूर्ण बातें हैं। ഇങ്ങനെ മഹാകഷ്ടം, അപമാനം, മതില് ഇടിഞ്ഞു കിടക്കുന്നു, വാതില് ചുട്ടുപോയിരിക്കുന്നു, തീ വെച്ച് ചുട്ടുപോയിരിക്കുന്നു. അങ്ങനെ അത്തരം ഒരു സിറ്റുവേഷനിൽ നെഹമ്യാവ് എന്താ ചെയ്തത്? इतना कठिन परिस्थिति में नेहम्या ने क्या प्रतिक्रिया किया? നെഹമ്യാവ് ദുഃഖിച്ചു.
नहम्याह ने उन बातों को सुनकर रोया, दुख में അത് बैठा। സാധാരണ റെസ്പോൺസ് ആണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ദുഃഖം ഉണ്ടാവും. ऐसा ये जो प्रतिक्रिया है नहम्याह को साधारण है, क्योंकि हमको भी ऐसा बातों को सुनते हुए दुख लगते हैं। ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ ദുഃഖിക്കാതെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് നമ്മുടെ നാച്ചുറൽ റെസ്പോൺസ് ആണ്. നമ്മൾ ദുഃഖിക്കും. ऐसी दुर्दशा में आप चिंता मत करो, आप नहीं मत रो, ऐसा बोलने से कोई मतलब नहीं है। इसी परिस्थिति हम लोग दुख में पड़ेगा। ചിലർക്ക് ഇങ്ങനെ വലിയ ദുഃഖം വരുമ്പം അവര് പോയി മദ്യപിക്കും. और कई लोगों को ऐसा बड़ा दुख आने से वो जाके दारू पिएगा എന്താ ചായ മദ്യപിക്കുന്നേ? और पूछेगा भैया क्यों आप इतना दारू पीते हैं? അയ്യോ ഭയങ്കര കടമാ, ദുഃഖം സഹിക്കാൻ വയ്യാതെ മദ്യപിക്കുക. वो हमको बहुत कर्ज मिटाने के लिए है और हमको दुख नहीं सह सकते हैं, इसलिए मैं जाके दारू पीता हूँ। ദുഃഖം കൂടുമ്പോ മദ്യപിച്ചാൽ ആ കടം കൂടുമ്പോ മദ്യപിച്ചാൽ കടം കൂടുകയല്ലാതെ കുറയത്തില്ലല്ലോ. आपका कर्ज जो है जो बढ़ रहा है, उस समय जाके दारू पिएगा तो कर्ज घटेगा नहीं है, और बढ़ेगा। കടം കൂടുകയും ചെയ്യും, ശരീരത്തിന്റെ സ്ഥിതി മോശമാവുകയും ചെയ്യും. कर्ज और बढ़ेगा और शरीर का भी हालत बिगड़ जाएगा। അതുകൊണ്ട് അതൊരു നല്ലൊരു റെസ്പോൺസ് അല്ല. इसलिए समस्या भरित जीवन में दारू पीना सही उपाय नहीं है। ചിലര് പ്രശ്നം വരുമ്പോ അത് സഹിക്കാൻ വയ്യാതെ തങ്ങളെ തന്നെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കും. ആത്മഹത്യ. कई लोग समस्या आने के समय में अपने आप को नष्ट करने के लिए सोचते, आत्महत्या के बारे में सोचते हैं। ആത്മഹത്യ നമുക്കുള്ള പരിഹാര മാർഗമല്ല. आत्महत्या कोई भी बातों का उपाय नहीं है। ഈ ജീവൻ നമ്മൾ ഒരിടത്തുനിന്നും കൊണ്ടുവന്നതല്ല. ये जीवन हम किसी जगह से लेकर नहीं आया, ഇത് ദൈവത്തിന്റെ ദാനമാണ്. ये परमेश्वर का दान है, आशीष है। ഈ ജീവനെ ഇല്ലാതാക്കാൻ ഒരു അധികാരവും നമുക്കില്ല. ये जिंदगी को, ये जीवन को नष्ट करने के लिए हमारे पास कोई भी अधिकार नहीं है। നിങ്ങൾ ഒരു പക്ഷേ മഹാകഷ്ടത്തിലായിരിക്കും. हो सकते हैं आपने बहुत प्रकार की कष्ट से गुजरते होंगे, നിങ്ങളൊരു അപമാനത്തിലൂടെ കടന്നു പോകുന്നു. आप एक बहुत बड़ी अपमान से गुजरते होंगे। ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം. पवित्र आत्मा आपसे कहते हैं आपका परिस्थिति को परमेश्वर बदलने जा रहे हैं। ഒരു വലിയ പ്രശ്നത്തിലൂടെയാണ് നെഹമ്യാ ഒരു വലിയ പ്രശ്നത്തെയാണ് അഭിമുഖീകരിക്കുന്നത്. नहम्याह एक बहुत बड़ी समस्या को सामना कर रहे താൻ हैं। രാജാവിന്റെ പാനപാത്രവാഹകനാണ്. രാജാവുമായിട്ട് നേരിട്ട് ബന്ധമുള്ളയാളാണ്. എന്നും രാജാവിനെ കാണുന്നയാളാണ്. और राजा के साथ हर दिन उन्होंने मुलाकात करते थे, क्योंकि उसको उसका राजमहल में वो पिलाने का कार्यक्रम करते थे। ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ ഡോക്ടർമാരൊക്കെ ഉണ്ടായിരിക്കും. हमारा घर में हो सकता है कई डॉक्टर होगा, നല്ല സ്പെഷ്യലിസ്റ്റുമാരൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായിരിക്കും. और वो हमारा घर में कई स्पेशलिस्ट भी हो सकता പക്ഷെ है। ചില രോഗങ്ങൾ വരുമ്പോൾ അവർ കൈമലർത്തുകയാണ്, ഒന്നും മനസ്സിലാകുന്നില്ല, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. लेकिन जब समस्या आते हैं वे लोग बोलते हैं, वे लोग हाथ फैलाते हुए बोलते हैं हमसे कुछ नहीं हो रहा है। മതിൽ ഇടിഞ്ഞു കിടക്കുന്നു, ആർക്കും രക്ഷിക്കാൻ കഴിയുന്നില്ല. शहर पनाह टूटी हुई है, किसी को भी कुछ नहीं कर सकता है। വാതിലുകളെ തീ വെച്ച് ചുട്ടുപോയിരിക്കുന്നു. ഇങ്ങനെ അകത്തോട്ട് കയറി വരികയാണ്. രോഗം, ദുഃഖം, പ്രതീക്ഷിക്കാത്ത പലതും ഇങ്ങനെ കടന്നു വരികയാണ്. വിളിക്കാതെ കടന്നു വരികയാണ്, നമ്മളെ ആക്രമിക്കുകയാണ്. फाटक जले हुए हैं, अभी समस्या और बढ़ते बढ़ते जा रहे, किसी को भी कुछ भी नहीं कर सकता। പ്രിയമുള്ളവരെ, നെഹമ്യാവ് താൻ കരഞ്ഞു, मेरे प्रियो, नहम्याह ने रोया, താൻ ദുഃഖിച്ചു. उन्होंने दुख में बैठा। അവിടെ എഴുതിയിരിക്കുന്നു वहां पे ऐसा लिखा താൻ ഉപവസിച്ചു. उन्होंने उपवास किया। അവിടെ എഴുതിയിരിക്കുന്നു സ്വർഗത്തിലെ ദൈവത്തോട്. ओ स्वर्गीय परमेश्वर से। ഇന്ന് ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത് ആ സ്വർഗത്തിലെ ദൈവത്തെ കുറിച്ചാണ്. आज हम आपसे बात करते हैं स्वर्ग का एक परमेश्वर के ഒരു बारे में। മനുഷ്യനും ഉണ്ടാക്കിയ ദൈവത്തെ കുറിച്ചല്ല. मनुष्य बनाया हुआ कोई भी परमेश्वर के बारे में नहीं हम लोग बात ഒരു करते हैं। സമുദ്രത്തെ കുറിച്ചോ ഒരു പർവ്വതത്തെ കുറിച്ചോ അല്ല. कोई भी समुद्र या पहाड़ के बारे में नहीं है। നക്ഷത്രങ്ങളെ കുറിച്ചോ സൂര്യനെ കുറിച്ചോ ചന്ദ്രനെ കുറിച്ചോ അല്ല. और चांद के बारे में, सूर्य के बारे में या कोई सितारा के बारे में नहीं है बात। മനുഷ്യ ദൈവങ്ങളെ കുറിച്ചല്ല. और मनुष्य बनाया हुआ या मनुष्य से ही लोग मानने वाला जो परमेश्वरों ईश्वरों के बारे में नहीं है। ഇന്ന് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യനെ ഉണ്ടാക്കിയ ദൈവത്തെ കുറിച്ചാണ്. आज हम लोग ये बात करते हैं मनुष्य को बनाया हुआ परमेश्वर के बारे में। നെഹമ്യാവിന് മനസ്സിലായി, ഞാൻ രാജകൊട്ടാരത്തിലാണെങ്കിലും, ഞാൻ രാജാവിനെ എന്നും ഒരു 3-4 തവണയെങ്കിലും കാണുന്നയാളാണെങ്കിലും
ഈ പ്രശ്നം പരിഹരിക്കാൻ രാജാവിന് കഴിയത്തില്ല. और नहम्याह को एक बात समझ में आया, मैं हर दिन राजा को 2-3 बार मैं मिलते हैं, लेकिन एक बात मुझे जानते हैं कि ये राजा को मेरा समस्या दूर नहीं कर सकते हैं. നമ്മുടെ അറിവിന് പരിഹരിക്കാൻ പറ്റാത്ത ചില പ്രശ്നങ്ങളുണ്ട്. हमारा जो सोच या समझ को सोल्व नहीं करने वाला या उस समाधान नहीं लेने वाला कुछ ना कुछ समस्या हमारे നമ്മുടെ പഠനത്തിന് പരിഹരിക്കാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ നമ്മൾ ചിലപ്പോൾ നേരിടും. हमारा जो पढ़ाई है, जो हम विद्या पाए हैं, उसी को समाधान नहीं ले सकने वाला बहुत सारे समस्या हमारा जीवन में है. വൈദ്യനോ മരുന്നിനോ പരിഹാരം തരാൻ കഴിയാത്ത ചില പ്രശ്നങ്ങൾ നമ്മൾ നേരിടുമ്പോൾ कोई दवाई, कोई भी डॉक्टर को भी समाधान नहीं ले सकने वाला बहुत सारे समस्या हमारा जीवन में. ലോകത്തിലെ ഒരു രാജാവിനും നമ്മളെ സഹായിപ്പാൻ കഴിയാതിരിക്കുമ്പോൾ दुनिया का कोई भी राजा को हमें मदद नहीं कर सकता है. നെഹമ്യാവ് തന്റെ കൈകൾ സ്വർഗത്തിലെ ദൈവത്തിങ്കിലേക്ക്, തന്റെ കണ്ണുകൾ സ്വർഗത്തിലെ ദൈവത്തിങ്കിലേക്ക് ഉയർത്തുകയാണ്. इस परिस्थिति में नहम्याह अपने आंखें, अपने हाथों को प्रभु स्वर्गीय परमेश्वर की ओर उठा रहा है. സ്വർഗത്തിലെ ദൈവത്തോട് താൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാ, ओ स्वर्गीय परमेश्वर से प्रार्थना करते कहा. പ്രിയ സ്നേഹിതരെ, ഇന്ന് നിങ്ങൾ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുന്നത് ഒരു കഥയല്ല. मेरे प्रियो, आज आप सुनने वाला ये बात कोई कहानी नहीं है. ആരോടോ സംസാരിക്കുന്നത് നിങ്ങൾ കേൾക്കുകയല്ല. आप लोग किसी से ये बात करते हुए ये बात नहीं सुन रहे हैं. ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് വളരെ വ്യക്തമായി വ്യക്തിപരമായി സംസാരിക്കുകയാണ്. आज परमेश्वर की आत्मा आप लोगों से व्यक्तिगत तौर से बात कर रहा है. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ട്. आपका परिवार में एक समस्या है. നിങ്ങൾ വ്യക്തി ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നത്തിലൂടെ കടന്നു പോവുകയാണ്. आपका व्यक्तिगत जीवन में कुछ समस्या से आज अभी आप गुजर रहे हैं. അതിനുള്ള പരിഹാരം മദ്യമല്ല, उसके लिए समाधान शराब नहीं है, അതിനുള്ള പരിഹാരം മയക്കുമരുന്നല്ല, और कोई भी प्रकार की जो नशा पदार्थ उसका समाधान नहीं है, അതിനുള്ള പരിഹാരം ആത്മഹത്യയല്ല, और आत्महत्या उसका एक समाधान नहीं है, അതിനുള്ള പരിഹാരം ഒരുപക്ഷെ ലോകത്തിലെ ഒരു രാജാവുമല്ല, उसका समाधान दुनिया का कोई भी राजा नहीं है. അതിന്റെ പരിഹാരം സ്വർഗത്തിലെ ദൈവം, അതിന്റെ പരിഹാരം നിങ്ങൾക്ക് തരുവാൻ കഴിയുമെന്നാണ് നെഹമ്യാവിന്റെ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. नहम्याह का इतिहास हमें सिखाते हैं, हमारा हर प्रकार की समस्या का समाधान लेने वाला समाधान एक ही व्यक्ति है, उनका नाम है परमेश्वर, स्वर्गीय परमेश्वर. ദൈവത്തിന്റെ വചനത്തിൽ നെഹമ്യാവിന്റെ ചരിത്രം എഴുതിയിരിക്കുന്നത്, നെഹമ്യാവിന്റെ ഈ സ്റ്റോറി, റിയൽ സ്റ്റോറി എഴുതിയിരിക്കുന്നത് വായിച്ചു പഠിച്ച് ഹിസ്റ്ററിക്ക് മാർക്ക് മേടിക്കാനല്ല, നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നത്തിന് പരിഹാരം നേടുവാൻ വേണ്ടിയാണ്. नहम्याह का इतिहास पढ़ते हुए ये परीक्षा में अच्छा नंबर पाने के लिए नहीं है. इनका जिंदगी से हम भी हमारा समस्या के जीवन में भी उपाय को ढूंढना, समाधान ढूंढने के लिए सीखना है. ഇത് 5-ാമത്തെ വാക്യത്തിൽ താൻ നിലവിളിക്കുകയാണ്, സ്വർഗത്തിലെ ദൈവമേ, സ്വർഗത്തിലെ ദൈവമായ യഹോവേ. 5 आयत में उन्होंने परमेश्वर से विनती कर रहे, हे स्वर्ग के परमेश्वर. 6-ാമത്തെ വാക്യത്തിൽ താൻ പറയുകയാണ്, ഞങ്ങൾ നിന്നോട് ചെയ്തിരിക്കുന്ന പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുന്ന അടിയന്റെ പ്രാർത്ഥന കേൾക്കണമേ. और यहाँ पे उन्होंने बता रहे, मैं इसराइलियों के पापों को जो हमने तेरे विरोध किए हैं मान लेता हूँ, और मेरे पिता के घराना दोनों पर पाप किए हैं, हम आपके लिए आपको उसके लिए माफी मांगता ഈ हूँ. ദൈവം എപ്പോഴാ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നേ? परमेश्वर कब हमारा प्रार्थना सुनते हैं? നമ്മുടെ ബാങ്കിൽ ഏറ്റവും കൂടുതൽ പൈസ ഉള്ളപ്പോഴാണോ? हमारा बैंक में सबसे ज्यादा पैसा होते तब परमेश्वर हमारा प्रार्थना सुनते हैं. ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിലുള്ളപ്പോഴാണോ? जब हमारे पास मोबाइल का सबसे लेटेस्ट मोबाइल हमारे पास है तो प्रभु हमारा प्रार्थना सुनेगा. ഏറ്റവും വലിയ ഡിഗ്രി നമുക്കുള്ളപ്പോഴാണോ? ഏറ്റവും വലിയ ജോലി നമുക്കുള്ളപ്പോഴാണോ? सबसे बड़ा डिग्री, सबसे बड़ा नौकरी हमारे पास है तो प्रभु हमारा प्रार्थना सुनेगा. ആരെയൊക്കെയോ നമുക്ക് വലിയ വലിയ ആളുകളെ അറിയാവുന്നത് കൊണ്ടാണോ ഈ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നത്? या किसी न किसी बड़े बड़े लोगों को हम पहचानते हैं, इसके कारण प्रभु हमारा प्रार्थना सुनेगा. അങ്ങനെയാണെങ്കിൽ നെഹമ്യാവിന് പറയാമല്ലോ, കർത്താവേ, എനിക്ക് അർത്ഥശാസ്ത്ര രാജാവിനെ അറിയാം, എന്റെ പ്രാർത്ഥനയെന്ന് കേൾക്കണമേ. ഏതാ എന്റെ റെഫറൻസ്? രാജാവ്, കെയർ ഓഫ് കിങ്. और यहाँ पे नहम्याह ने ऐसा प्रार्थना नहीं किया, हमको इतना बड़ा महान राजा को जानते हैं और इसके कारण प्रभु हमारा प्रार्थना भी थोड़ा सुने, ऐसा उन्होंने कहा. നെഹമ്യാവ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തില്ല. नहम्याह ने ऐसा गलतियों को नहीं किया. നെഹമ്യാവ് തന്റെ പാപം
തൻ്റെ ജനത്തിൻ്റെ പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു. नहम्या अपना लोगों का पापों को अंगीकार करते हुए प्रार्थना की. പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്ക് യേശുവിനെ അറിയായിരിക്കും, യേശുവിൻ്റെ പേരറിയായിരിക്കും. പക്ഷെങ്കിൽ ഇന്ന് യേശു നമ്മുടെ പ്രാർത്ഥന കേൾക്കണമെങ്കിൽ അതിനുള്ള ഉപാധി, അതിനുള്ള റീസൺ, അതിനുള്ള രീതി നമ്മുടെ പാപം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. मेरे प्रियो, आज आपको यीशु को जानते होंगे, यीशु का नाम जानते होंगे, लेकिन प्रार्थना प्रभु सुनना है तो हमारा पापों को अंगीकार करते हुए प्रभु से क्षमा मांगना, तब परमेश्वर हमारा प्रार्थना सुनेगा. നെഹമ്യാവ് എന്തുവാ പ്രാർത്ഥിക്കുന്നത്? नहम्या क्या प्रार्थना की यहाँ? 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, 11वां आयत में पढ़ते हैं, ഇന്ന് അടിയന് കാര്യം സാധിപ്പിച്ച ഈ മനുഷ്യന്റെ എന്ന് പറഞ്ഞാൽ രാജാവിന്റെ മുമ്പാകെ എനിക്ക് ദയ ലഭിക്കുമാറാക്കണമേ. और यहाँ पे लिखा हो, और आज अपने दास का काम सफल कर और उस पुरुष के यानी राजा को उस पर दयालु कर. ഒരു സാധാരണ പ്രാർത്ഥനയല്ല നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നത്. एक साधारण प्रार्थना नहम्या यहाँ नहीं कर रहा ഈ है. പ്രശ്നത്തിനൊരു പരിഹാരം വേണമെങ്കിൽ ഒന്നാമത് ദൈവം അവിടുത്തെ രാജാവിന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കണം. ये समस्या के लिए एक समाधान मिलना है तो सबसे पहले स्वर्गीय परमेश्वर राजा का दिल में काम करना है. പ്രിയമുള്ളവരെ, 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് രാജാവ് നെഹമ്യാവിൻ്റെ അപേക്ഷ കേട്ട് 2-ാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, രാജാവ് നെഹമ്യാവിൻ്റെ അപേക്ഷ കേട്ട് നെഹമ്യാവ് ചോദിച്ചതൊക്കെ നെഹമ്യാവിന് വേണ്ടി നൽകി കൊടുത്തു. दूसरा अध्याय में पढ़ते हैं, नहम्या का बिंदी को सुनते हुए वहां का राजा अर्थक्षत्र राजा ने उनका हर एक विनती को सुनते हुए नहम्या जो मांगा पूरा किया. നെഹമ്യാവ് ആരോടാ ചോദിച്ചത്? ആദ്യം नहम्या सबसे पहले किससे बात किया? രാജാവിനോടാണോ? क्या उन्होंने उस देश का राजा से विनती किया? നെഹമ്യാവ് ആദ്യം സംസാരിച്ചത് രാജാവിന്റെ മേൽ അധികാരമുള്ള ദൈവത്തോടാണ്. नहम्या सबसे पहले राजा के ऊपर अधिकार पाया हुआ स्वर्गीय परमेश्वर से बातें किया. നമുക്ക് വേറെ എവിടെയും പോകുന്നതിന് മുൻപ്, വേറെ ആരോടും സംസാരിക്കുന്നതിന് മുൻപ് ഈ ദൈവത്തോട് സംസാരിക്കാം. हम लोगों को इधर उधर भटक जाने से पहले और किसी से बातें करने से पहले स्वर्गीय परमेश्वर से बात. രാജാവിന്റെ ഹൃദയത്തിൽ സംസാരിക്കുന്ന ദൈവം, राजा का दिल में बात करने वाला परमेश्वर, നമുക്ക് എതിരായിട്ടുള്ള രേഖകളെ മാറ്റി എഴുതുന്ന ദൈവം, हमारा विरोध में लिखे हुए हर प्रकार की नियम कानून को हटाने वाला स्वर्गीय परमेश्वर. ഡോക്ടർ നിങ്ങളുടെ റിപ്പോർട്ടിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ടായിരിക്കും. डॉक्टर आपका रिपोर्ट में कुछ ना कुछ कार्य लिखा होगा. അത് മെഡിക്കൽ സയൻസ് അനുസരിച്ച് കറക്റ്റാ. मेडिकल साइंस के अनुसार वो सही बात लिखे हैं. പക്ഷേ അതിന്റെ മുകളിൽ എഴുതാൻ കഴിവുള്ള ഒരു ദൈവം, लेकिन उसके ऊपर लिखने के लिए सामर्थ्य पाया हुआ एक स्वर्गीय परमेश्वर. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. आज इस समय पवित्र आत्मा हम सभी लोगों से बातें कर. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ശ്രീ ഗിരീഷ് ഗണപതിജിയുടെ സാക്ഷ്യം കേൾക്കുകയായിരുന്നു. बीते हुए दिनों में गिरीश गणपति जी का गवाही हम सुन रहे थे. തൻ്റെ പ്രമോഷന്റെ സമയം വരുമ്പം ബാങ്കിൽ നല്ല ഇന്റർവ്യൂ എല്ലാം നല്ല ഇന്റർവ്യൂ ആ. എല്ലാവരും പറയും വളരെ നന്നായിരുന്നു, പക്ഷേ പ്രമോഷൻ കിട്ടത്തില്ല. और गणेश जी का कहानी ये था कि उनका बैंक में जब उनको प्रमोशन का समय आएगा तो उनका नौकरी अच्छा है, फिर भी उसको प्रमोशन नहीं मिलते थे. അവസാനം 5 വർഷം കഴിഞ്ഞ് ബോർഡൊക്കെ ഒന്ന് മാറിയിട്ട് വീണ്ടും താൻ ഇന്റർവ്യൂവിന് പോയി. और 5 साल के बाद उधर का बोर्ड मेंबर सब बदल गया, फिर भी उन्होंने इंटरव्यू में गया. ചോദ്യം ചോദിച്ചു വന്നപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ ജോലി കഴിഞ്ഞ് എന്തുവാ നിങ്ങളുടെ പണി, എന്തുവാ കഴിഞ്ഞ് എന്തുവാ നിങ്ങളുടെ പരിപാടി? और उनका लोग उनसे पूछा है, ये नौकरी आप करते हैं हमारे साथ, नौकरी के बाद आप क्या करते हैं? താൻ പറഞ്ഞു, എൻ്റെ ജോലി സമയം കഴിഞ്ഞ് എന്നെ രക്ഷിച്ച യേശുവിനെ ഞാൻ ഉയർത്തുകയാണ്. गणेश जी ने ऐसा कहा, मेरा नौकरी का समय समाप्त होने के बाद जितना समय हमें मिलते हैं, हमें बचा हुआ परमेश्वर के बारे में मैं घोषणा करते हैं. ഇന്റർവ്യൂ ബോർഡ് ചോദിക്കുക, ഗിരീഷ് ജി ആ സാക്ഷ്യം ഒന്ന് പറയാമോ എന്ന്. और इंटरव्यू बोर्ड ने उनसे बोला, गिरीश जी आपका गवाही थोड़ा बताइए. 5 മിനിറ്റിൽ യേശുവിനെ അറിയാത്ത ഇദ്ദേഹത്തെ
ഗിരീഷ് ജിയെ ദൈവം രക്ഷിച്ച സാക്ഷ്യം താൻ ആ ഇന്റർവ്യൂ ബോർഡിൽ പറഞ്ഞു. 5 मिनट के अंतर्गत में गणेश जी को कैसे परमेश्वर ने बचा लिया, वो गवाही को उन्होंने वो इंटरव्यू बोर्ड के सामने बताया. രാത്രിയായപ്പോൾ ചെയർമാൻ വിളിച്ചു പറഞ്ഞു, കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങൾക്ക് സെലക്ഷൻ ആയിട്ടുണ്ട്. और रात होने के पहले और उधर का चेयरमैन बुला के बताया, कंग्रेचुलेशन, आपको सिलेक्शन हो गया. ഒരിക്കൽ ചെയർമാന് ഭയങ്കര നടുവേദന. एक बार चेयरमैन को, बैंक का चेयरमैन को एक बार बहुत कमर में दर्द हुआ था. ചോദിച്ചു, അദ്ദേഹത്തോട് പറഞ്ഞു, നടുവിന് ഭയങ്കര വേദന. और उनको बताया है कि गणेश जी से फोन करके बताया कि मुझे बहुत कमर दर्द है. അദ്ദേഹം ചോദിച്ചു, ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ, ഓഫീസിൽ വെച്ചാ ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. और उन्होंने बताया कि गणेश जी ने पूछा है कि क्या मैं आपके लिए प्रार्थना करूं. ഇദ്ദേഹത്തിന്റെ സാക്ഷ്യമാണ്, ഞാൻ പ്രാർത്ഥിച്ച ആ നിമിഷത്തിൽ എൻ്റെ ബാങ്കിന്റെ ചെയർമാന്റെ വേദന, നടുവിന്റെ വേദന ദൈവം മാറ്റിക്കൊടുത്തു. गिरीश जी ऐसा गवाही दिया है, जिस समय उन्होंने प्रार्थना किया उसी समय तुरंत प्रभु ने उनका कमर दर्द ठीक कर दिया है. 5 വർഷം ഇന്റർവ്യൂവിൽ പാസ്സായില്ലെങ്കിലും റിട്ടയർ ചെയ്യുമ്പോൾ സീനിയർ വൈസ് പ്രസിഡന്റ് ആയിട്ട് റിട്ടയർ ആയത്. और 5 साल उनको कोई प्रमोशन नहीं मिला, लेकिन रिटायर्ड होने के समय है सीनियर वाइस प्रेसिडेंट के रूप में उन्होंने रिटायर्ड किया. രാജാവിന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. राजा का दिल में काम करने के लिए सामर्थ्य पाया हुआ एक परमेश्वर है. നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ടിന് മുകളിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. आपका मेडिकल रिपोर्ट के ऊपर काम करने के लिए सामर्थ्य पाया हुआ एक परमेश्वर है. നിങ്ങളുടെ കുടുംബത്തിന്റെ തകർച്ചയെ മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. आपका परिवार का समस्या को दूर करने वाला परमेश्वर है. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നല്ല ഭാവിയെ ഒരുക്കുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. आपका परिवार का, आपके बच्चे लोगों को अच्छा भविष्य देने के लिए सामर्थ्य पाया हुआ एक परमेश्वर है.